ഒരാഴ്ചയായി തന്നെ മലയാളി പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുന്നത് കാലിഫോർണിയയിലെ കുടുംബത്തിന് പറ്റിയ ദാരുണ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ്. പ്രേക്ഷകർക്കൊക്കെയും വളരെയധികം സങ്കടമാണ് ഇപ്പോൾ ആ വാർത്ത കേൾക്കുമ്പോൾ എന്ന് പറയാം. അത്രമാത്രം പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആ കുടുംബത്തിനോടൊപ്പമുണ്ട്. ആ കുടുംബത്തിലെ ഗൃഹനാഥന് സംഭവിച്ച പിഴയാണ്. അദ്ദേഹമാണ് ആ കുടുംബത്തിനെ ഇങ്ങനെ ആക്കിയത് എന്ന് ഇപ്പോൾ പോലീസ് പറയുകയാണ്. ആനന്ദ് സുജിത് ഹെൻറിയാണ് ഭാര്യയും 2 മക്കളെയും കൊലപ്പെടുത്തിയതെന്ന് പറയുന്നു. 4 വയസ്സുള്ള ഇരട്ടക്കുട്ടികളെ കൊലപ്പെടുത്താൻ ആനന്ദിന് എങ്ങനെ സാധിച്ചു എന്നെല്ലാവരും ചോദിക്കുന്നു. ആനന്ദ് കുട്ടികളുമായി വളരെയധികം അടുപ്പമാണ്. ആനന്ദിന് കുട്ടികളെ വളരെയധികം ഇഷ്ടമാണ്. കുട്ടികളെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും ആലോചിക്കുന്നത്. ഇനി ഡിവോഴ്സ് വേണ്ട എന്ന് തീരുമാനിച്ചതും കുട്ടികളുടെ നല്ല ഭാവി ഓർത്ത് തന്നെയാണ്. കൊല്ലം സ്വദേശിയായ ആനന്ദ് സുജിത് ഹെൻറി ഭാര്യയും 4 വയസ്സുള്ള ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയിരിക്കുകയായിരുന്നു. തുടർന്ന് ആത്മഹത്യ ചെയ്തെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. 42 വയസ്സാണ് ആനന്ദ് സുജിത് ഹെൻറിക്ക്. ഭാര്യ ആലിസ് പ്രിയങ്കയ്ക്ക് 40 വയസ്സും. ഇരട്ടക്കുട്ടികളായ നോഹയും നെയ്തനും 4 വയസ്സാണ്. ഇവരെ മരണത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കുഞ്ഞുങ്ങളെ എന്തിനാണ് കൊന്നത്? ആദ്യം കുഞ്ഞുങ്ങളെയാണോ കൊന്നത്? കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് മരിച്ചത്? തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി വേണമെങ്കിൽ അതിന് തീർച്ചയായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയെന്ന് പ്രേക്ഷകർ തന്നെ അറിയുന്നുണ്ട്. അവിടുത്തെ പോലീസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത് ഇവിടെയുള്ളവരെ പോലെ മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയില്ല എന്നാണ്. പ്രൈവസി വളരെയധികം മാനിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ. ഈ ദമ്പതികൾ കഴിഞ്ഞ 7 വർഷമായി അമേരിക്കയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ഇവർ ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അമേരിക്കക്കാർ ശ്രദ്ധിക്കും. കാരണം അവരുടെ രാജ്യത്ത് വന്നാണ് ഈ അപകടം സംഭവിച്ചത്, മറ്റൊരു രാജ്യത്തിലുള്ളവർക്ക്. അതുകൊണ്ട് അവർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനും അവർ സുരക്ഷിതരായി ഇരിക്കാനും അവരുടെ പ്രൈവസി മാനിക്കാനും മാത്രമേ അമേരിക്ക ശ്രദ്ധിക്കുകയുള്ളൂ എന്നും അത് അവരുടെ സെക്യൂരിറ്റി റീസൺ കൊണ്ടാണെന്നും അവരുടെ രാജ്യത്തെക്കുറിച്ച് മറ്റാരും മോശം പറയാൻ പാടില്ല എന്നൊരു ചിന്ത കൂടി അവർക്ക് ഉണ്ട് എന്നും നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാമെന്നാണ് പറയുന്നത്. അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയം തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുക. ഇനി പോസ്റ്റ്മോർട്ടം വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ തീർച്ചയാക്കി പറയാൻ സാധിക്കൂ എന്നും അതുവരെ ഇത്തരത്തിൽ ഊഹാപോഹങ്ങൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. എന്തു തന്നെയായാലും ആ വീട്ടിലും ചുറ്റുമുള്ളയിടത്തും ഇവരുടെ സുഹൃത്തുക്കളോടുമൊക്കെയുള്ള തെളിവെടുപ്പ് നടക്കുകയാണ്. ഈ തെളിവെടുപ്പിന് ശേഷം ചെറിയ കാര്യങ്ങളൊക്കെ തന്നെയും ബോധ്യമാകും. എന്തായാലും ഹെൻറിയും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഭാര്യയെ കൊന്നത് തന്നെയാണ് എന്നും, കാരണം ഭാര്യ മരിക്കുന്ന സമയം ഒരുപാട് വെടിയുണ്ടകൾ കൊണ്ടിട്ടുണ്ട് എന്നും ശരീരത്ത് നിന്ന് ഒരുപാട് ഉണ്ട തറച്ചിരിക്കുന്ന പാടുണ്ടെന്നും ഉണ്ടകൾ ലഭിച്ചിട്ടുണ്ടെന്നും പറയുന്നു. എന്നാൽ കുട്ടികളുടെ ദേഹത്ത് ഒരു തുള്ളി പാട് പോലും ഇല്ല എന്നും അതുകൊണ്ടാണ് കുട്ടികൾക്ക് വിഷം നൽകിയത് തന്നെ ആയിരിക്കും എന്ന് ഉള്ള നിഗമനത്തിലേക്ക് എത്തുന്നത്. അതും ഭർത്താവ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി 2 പേരുടെയും സമയം, അതായത് 2 പേർ മരിച്ച സമയം വെച്ച് മാത്രമേ എന്തായിരിക്കും സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നും പോലീസ് പറയുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.